നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് വെള്ളാപ്പള്ളി നടേശനെ ഹൈക്കോടതി അയോഗ്യനാക്കി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, പ്രസിഡന്റ് MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവരടക്കം നിലവിലെ മുഴുവൻ ഭാരവാഹികളെയും കോടതി സ്ഥാനത്തു നിന്ന് നീക്കിയിട്ടുണ്ട്. കമ്പനി നിയമങ്ങൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതിയുടെ ഈ കടുത്ത നടപടി. യോഗത്തിന് പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അന്തരിച്ച പ്രൊഫസർ MK സാനു മാസ്റ്ററും SNDP സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് S ചന്ദ്രസേനനും നൽകിയ ഹർജികളിലാണ് കോടതിയുടെ ഉത്തരവ്. വെള്ളാപ്പള്ളി നടേശൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, പ്രസിഡന്റ് MN സോമൻ, ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് തുടങ്ങിയ ബോർഡംഗങ്ങളായ 170 പേരാണ് അയോഗ്യരാക്കപ്പെട്ടിരിക്കുന്നത്. 9 വർഷമായി SNDP യോഗത്തിൻ്റെ വാർഷിക വരവ് ചെലവ് കണക്ക് നൽകിയിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 3 വർഷം തുടർച്ചയായി അക്കൗണ്ടുകൾ സമർപ്പിച്ചില്ലെങ്കിൽ അയോഗ്യരാക്കാം എന്നാണ് കോടതി നിരീക്ഷിച്ചത്. 2014 മുതൽ അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കിയില്ലെന്നും ഡയറക്ടർമാരുടെ ഡിൻ അക്കൗണ്ടിന് സാധുതയില്ലെന്നും കോടതി വിലയിരുത്തിയിട്ടുണ്ട്. SNDP യോഗം കമ്പനി ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നാണ് പറയുന്നത്. ഇതിലെ ഡയറക്ടർമാരാണ് വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും ഉൾപ്പെടെയുള്ളവർ. കമ്പനി ഡയറക്ടർമാർക്ക് ഡിൻ അക്കൗണ്ട് നിർബന്ധമാണ്. എന്നാൽ ഇവരുടെ ഡിൻ അക്കൗണ്ടിന് സാധുതയില്ലെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. 2013 മുതൽ തുടർച്ചയായ 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ ഭരണസമിതി വീഴ്ച വരുത്തിയതായി ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കമ്പനി നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്ന് നിരീക്ഷിച്ച കോടതി രജിസ്ട്രേഷൻ വകുപ്പ് നൽകിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് വിധി പുറപ്പെടുവിച്ചത്. ഇതോടെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർക്ക് ഭാരവാഹി സ്ഥാനങ്ങളിൽ തുടരാൻ നിയമപരമായ അയോഗ്യതയുണ്ടായിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി യോഗത്തിൻ്റെ നിയന്ത്രണം കൈവശം വെച്ചിരുന്ന വെള്ളാപ്പള്ളിക്ക് നിയമപരമായി ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. നിലവിലെ ഭരണസമിതി അയോഗ്യരായതോടെ SNDP യോഗത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിശ്ചയിക്കേണ്ടി വരും. ഇന്നത്തെ ദേശീയ വാർത്ത പരിശോധിക്കാം. BCCIയുടെ കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനും പരിശീലകനുമായ രാഹുൽ ദ്രാവിഡിന് മാർച്ച് 15 ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ BCCIയുടെ നമാൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ശുഭ്മൻ ഗില്ലിനാണ് ഈ വർഷത്തെ BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം. ടെസ്റ്റ് ക്രിക്കറ്റിലെ പകരം വയ്ക്കാനാവാത്ത സാന്നിധ്യമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ വൻമതിൽ എന്നറിയപ്പെടുന്ന രാഹുൽ ദ്രാവിഡ്. വിരമിച്ച ശേഷവും അദ്ദേഹം പരിശീലന തൊപ്പി അണിഞ്ഞു. അണ്ടർ 19 ലോകകപ്പ് കിരീടവും ഇന്ത്യയിലെ സീനിയർ ടീമിനൊപ്പം 2024 T20 ലോകകപ്പ് നേടിയതോടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ പിന്നെയും അദ്ദേഹം നേട്ടങ്ങൾ എഴുതി ചേർത്തു. വിദേശ മണ്ണിൽ ദുർബലരായ ടീം എന്ന ചീത്തപ്പേരില്ലാതാക്കി ഇന്ത്യൻ ടീമിനെ കരുത്തരാക്കുന്നതിൽ നിർണായക പങ്കാണ് രാഹുൽ ദ്രാവിഡ് വഹിച്ചത്. സച്ചിൻ തെണ്ടുൽക്കറും സൗരവ് ഗാംഗുലിയും VVS ലക്ഷ്മണനും രാഹുൽ ദ്രാവിഡും ചേർന്ന ഇന്ത്യയുടെ ബിഗ് 4 ബാറ്റിംഗ് നിര ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടെ ഓർക്കുന്ന ഒന്നാണ്. ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ശുഭ്മൻ ഗിൽ ദ്രാവിഡിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്. 2025 ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ നയിച്ച ഗില്ലിൻ്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം ഏറെ ശ്രദ്ധേയമായിരുന്നു. രാഹുൽ ദ്രാവിഡിൻ്റെ കീഴിൽ അണ്ടർ 19 ടീമിൽ കളിച്ചു തുടങ്ങിയ ഗിൽ ഇന്ന് ലോക ക്രിക്കറ്റിലെ മുൻനിര താരമാണ്. തൻ്റെ പ്രിയപ്പെട്ട പരിശീലകനൊപ്പം ഇത്തരമൊരു പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ഗില്ലിന് അഭിമാനകരമായ നിമിഷമാകും. ഇവർക്ക് പുറമെ മുംബൈയുടെ യുവതാരം ആയുഷ് മാത്രേ മികച്ച ഓൾറൗണ്ടർക്കുള്ള ലാല അമർനാഥ് അവാർഡിന് അർഹനായിട്ടുണ്ട്. മുൻ വനിതാ ടീം ക്യാപ്റ്റൻ മിതാലി രാജിനും ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നൽകുന്ന കാര്യം BCCI പരിഗണിച്ചു വരികയാണ്. കൂടാതെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ മികച്ച പ്രകടനം കണക്കിലെടുത്ത് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ മികച്ച അസോസിയേഷനായും BCCI തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. ഇറാൻ യുദ്ധം തുടരുന്നതിനിടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $100 കടന്നു. എണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പോൾ ലോകത്ത് വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $200 ഇറാൻ്റെ ഭീഷണി. ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു തുള്ളി ക്രൂഡ് ഓയിൽ പോലും തങ്ങളുടെ അനുമതിയില്ലാതെ പോകില്ലെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതോടെയാണ് ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുന്നത്. ഇന്ത്യ അടക്കം രാജ്യങ്ങളിൽ ഇന്ധനക്ഷാമവും ആശങ്കയാവുകയാണ്. ഇന്ധനവിലയിൽ പെട്ടെന്നുണ്ടായ കുതിപ്പ് രാജ്യാന്തര ഓഹരി വിപണികളെയും നഷ്ടത്തിലാക്കിയിട്ടുണ്ട്. ഇന്നലെ നഷ്ടത്തിൽ ക്ലോസ് ചെയ്ത ഇന്ത്യൻ വിപണിയിൽ വ്യാഴാഴ്ചയും ഇടിവ് തുടരുകയാണ്. ലക്ഷ്യം കാണാതെ യുദ്ധം നിർത്തില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെ നിലപാട്. ഇതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ US-നും ഇസ്രായേലിനും മുന്നിൽ 3 നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാൻ്റെ പരമാധികാരം അംഗീകരിക്കണം, നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, ഭാവിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ രാജ്യാന്തര തലത്തിൽ ഉറപ്പ് നൽകണം എന്നിങ്ങനെ ഉപാധികൾ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. റഷ്യയിലെയും പാകിസ്ഥാനിലെയും നേതാക്കളോട് താൻ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നുവെന്നും മസൂദ് പെസഷ്കിയാൻ പറയുന്നുണ്ട്. ഇറാന് കടുത്ത മുന്നറിയിപ്പ് ആവർത്തിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണയുടെ ഒഴുക്ക് തടയുന്ന തരത്തിൽ ഇറാൻ എന്തെങ്കിലും ചെയ്താൽ ഇപ്പോഴുള്ളതിനേക്കാൾ 20 മടങ്ങ് ശക്തിയോടെ ആക്രമിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഭീഷണി. എന്നാൽ അതേ നാണയത്തിൽ ട്രംപിന് മറുപടി നൽകിയായിരുന്നു ഇറാൻ്റെ പ്രതികരണം.
ട്രംപിൻ്റെ ഭീഷണിയെ വിലക്കെടുക്കുന്നില്ലെന്നും സ്വന്തം ജീവൻ നഷ്ടമാവാതിരിക്കാൻ ട്രംപ് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നും ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറി അലി ലാരിജാനി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകൾ കടത്തിവിടില്ലെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡും ആവർത്തിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെ ഇറാഖിന് സമീപമുള്ള കടൽ പ്രദേശത്ത് 2 വലിയ എണ്ണക്കപ്പലുകളിൽ സ്ഫോടനം നടന്നു. സംഭവത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. 38 പേരെ രക്ഷപ്പെടുത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി ഇറാൻ സർക്കാർ മാധ്യമങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം ഗൾഫിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഉടൻ നിർത്തണമെന്ന പ്രമേയം UN രക്ഷാസമിതി അംഗീകരിച്ചു. പ്രമേയത്തിൽ നിന്ന് റഷ്യയും ചൈനയും വിട്ടുനിന്നിരുന്നു. പ്രമേയം പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് ഇറാൻ്റെ പ്രതികരണം.